ഇന്നാലില്ലാഹി ഞാൻ അടക്ക് അല്ലേ. നീ എന്താ ഉപ്പാനെ കുറിച്ച് പറഞ്ഞതടാ? ഇത് ഉമ്മ സ്ട്രോങ്ങിൽ ഒരിക്കൽ പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ആ കൊറോണ കാലത്തിൽ നിനക്ക് ആ ഓൺലൈൻ ക്ലാസ്സിന് 3 മാസത്തെ ശമ്പളം സ്വരൂപിച്ചിട്ടാണ് ഉപ്പ നിനക്കൊരു ഫോണോ ആയി തന്നെ. നീ എന്തിപ്പോ പറഞ്ഞത്? ഒരു ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ഡയലോഗ്. പിന്നെ എവിടെയാണ് നിന്റെ ദുനിയാവും ആഫറും വിജയിക്കല്? നന്നായിട്ട് പറയാം. പക്ഷെ പല ഉമ്മമാരും തിരിച്ചാ പറയല്. എന്താടാ കരീന്ന്? ടൂറിന് പോണ്ടെന്ന് പറഞ്ഞു. ആര്? ഉപ്പ. എന്തേ പോണ്ടെന്ന് പറയുന്നത്? സൈക്കോന് ഉമ്മ 25 കൊല്ലമായി നിന്റെ ഉപ്പാനും സൈക്കൊന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും ഈ പിള്ളേർ? എങ്ങനെ നന്നാവും? ഒസാലിമാവ് ചോദിക്കാം, എങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉപ്പാന്റെ ബഹുമാനാണ്. ഉപ്പ തിരിച്ചു പറഞ്ഞു കൊടുക്കണം. തിരിച്ചു മീൻസ് ഉമ്മാരെ ബഹുമാനം പറഞ്ഞു കൊടുക്കണം. നീ ഉപ്പാന്റെ മുമ്പിൽ വലിയ സംഭവം ആവുന്നുണ്ടല്ലോ. എന്താ ഉമ്മാനെ വിലയില്ലാത്ത? ഉപ്പ ഗൾഫിൽ വരുമ്പോ ഏതാ സൂഫി, ഭയങ്കര ജമാഅത്തോ ഒന്നും പറയണ്ട. എല്ലാം ഇന്നലെ രാത്രി ഉമ്മ വിവരിച്ചു തന്നെ. ഉമ്മാനെ അനുസരിക്കാതെ എന്തിനാണ് ഉപ്പാരും മുമ്പിൽ വലിയ ആളാകേണ്ട കാര്യം? നീ ഇന്ന് ടോയ്ലറ്റിൽ പോയ അടുത്തേക്ക് ഉണ്ടല്ലേ നജസിന്റെ ഭാഗം ടച്ച് ചെയ്യല്. നീ ഇതുവരെ വലത്തേക്കുണ്ട്. നീ തമ്മീസ് എത്തിയതിനു ശേഷം വലത്തേക്കുണ്ട് നിന്റെ മൂത്രവും കാഷ്ടവും ഒക്കെ തൊട്ടിനോ? ഇല്ലല്ലോ. നിന്റെ കാഷ്ടവും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഉമ്മയായിരിക്കും. ഇപ്പൊ അല്ലട പമ്പേഴ്സൊക്കെ വന്നിന്. ആ മടിത്തട്ടിലല്ലേ നീ കുറെ കാലം കാഷ്ടിച്ച് മൂത്രയിച്ചത്? എത്ര തവണ ആ അമ്മിഞ്ഞ് പാല് കുടിക്കുമ്പോൾ മുലക്കണ്ണി കടിച്ച് വേദനിപ്പിച്ച് ഉമ്മ വിഷമിച്ചിട്ടുണ്ടാവും. നീ എപ്പെങ്കിലും ഉമ്മാക്ക് വേണ്ടിട്ട് ഉറക്കമില്ല. നിനക്ക് വേണ്ടിട്ട് എത്ര കാലം ഉമ്മ ഉറക്കമിട്ടുണ്ടാവും. ഉമ്മാനെ കുറിച്ച് നല്ലോണം ഉപ്പ പറഞ്ഞോടുത്ത മനസ്സിൽ തട്ടും. ഉപ്പാക്കറിയാം ഉമ്മാരെ വിഷമം. പല രാത്രി ഉമ്മ ഉറങ്ങില്ല. കൈയായിട്ട്, നടുവേദനയായിട്ട്, കാലുവേദനയായിട്ട് അങ്ങനെ പറഞ്ഞുകൊടുത്ത് നോക്കിയേ. ഈ കുട്ടീന്റെ മനസ്സിൽ ഉമ്മ വലിയ സംഭവം. പക്ഷെ പലപ്പോഴും നമ്മളെ നാട്ടിൽ ഉപ്പമാരെ പറയൂല. ഒന്നും ഉറക്കി ഇബറ് സമ്മതിക്കൂല. ഉമ്മാന്റെ മഹത്വം സ്വന്തം ഭർത്താവ് എവിടെ പറയാൻ? പെട്ടെന്ന് ഉക്രൈനായിട്ട് റഷ്യനെ തിരിച്ചാക്രമിച്ചാലും പറയൂല. നമ്മൾ ശരിക്കും അങ്ങനെ പറഞ്ഞു നോക്കി. പക്ഷെ സാധാരണ നമ്മൾ പറയല് എന്താടാ, ഉപ്പ വിട്ടാലും ടൂറിന് പോകുന്നത് ഇഷ്ടമല്ല, പൊരുത്തമില്ല എന്ന് ഉമ്മ പറഞ്ഞു. ഈ പൊരുത്തൊക്കെ ഇതിനെ കൊണ്ട് കുടുങ്ങി മോനെ. ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മക്കളെ. എന്തുപ്പ എന്റെ ഉമ്മാനെ കെട്ടിയത്? അടിപൊളി അല്ലേ? മൂത്തമ്മ ഇളയമാന്നൊക്കെ അങ്ങനെ തന്നെയാ പറയല് ഈ നാട്ടില്. ഉമ്മാന്റെ അഞ്ചേട്ടത്തിനെ കുറിച്ച് അല്ലെ? അവര് അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മിയാണ്. സ്വയ ഹദീസാണത്. ഉമ്മാന്റെ സ്ഥാനത്താണ് മൂത്തമ്മ ഇളയമ്മയൊക്കെ. ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാര്. അവരെ ബഹുമാനം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മാനെ വേദനിപ്പിക്കുന്ന അതേ കുറ്റം അവരെ വേദനിപ്പിച്ചാലും കിട്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഷാഫി മദബിൽ ചർച്ചയുണ്ട്. സർക്കശിമാമൊക്കെ ആയി പ്രായക്കാരനാണ്. നല്ല പരിഗണിക്കണം അവരൊക്കെ. മൂത്തമ്മ ഇളയമ്മ. ഇപ്പൊ ഒരാള് കല്യാണം കഴിച്ചാല് ചെക്കന്മാരോട് പറഞ്ഞു കൊടുക്കണം, സ്വന്തം മോനോട് ഉമ്മ എന്ത് നീ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ നീക്ക് ടൂറിനും ബീച്ചിലെല്ലാം പോവാൻ ഭയങ്കര ഡേറ്റ് എല്ലാം ഉണ്ടല്ലോടാ. എനിക്കത് ഒരു കമ്പനി ലീവ് എടുത്തിട്ട് മൂത്തമ്മ ഇളയമ്മമാരെടുത്തെല്ലാം പോയാല് പോകുമ്പോ നല്ലോണം സാധനം എല്ലാം വാങ്ങിട്ട് പോകണം. പണ്ട് ഉമ്മാക്ക് അസുഖമായ കാലം ഓർമ്മ ഉണ്ടാ? കടുത്തത്തിലായ അന്ന് ഇന്നലെ അരിച്ചു പൊറുക്കി എടുത്തത് മൂത്തമ്മയുടെ. അത് പറഞ്ഞു കൊടുക്കണം. ഈ ഉമ്മ പറഞ്ഞു ഇതാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ശരിക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ കണ്ട് തിരിച്ചാ സംഭവിക്കല്. എവിടെ പോകുന്നത്? മൂത്തമ്മാന്റെ അടുത്ത് ഇളയമാരുടെ അടുത്താണ്. ആ പോക്ക് പോയിക്കും. അങ്ങനെ വലിയ കെട്ടൊന്നും വേണ്ട, വെറുതെ പൈസ ഇല്ലാത്തല്ലേ എന്ന്. ഒരു 10 കിലോ നേന്ത്രപ്പോയം വാങ്ങിയ പാക്കറ്റ് നിറച്ചു ആവും ചെയ്യും. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വാങ്ങിയാൽ മതി. പിന്നെ അതാണ് അവിടെ പോയാൽ തന്നെ കുറെ സമയം ഇരിക്കാൻ നാക്കണ്ട. മുത്തമ്മക്ക് ഗീബത്തൊന്നും പേടിയില്ലാത്ത മുത്തമ്മ. വെറും ഫിത്തിനും ഫസാദെല്ലാം പറയും. ഇപ്പൊ പിന്നെ ഈ മഹദി പിന്നെ അങ്ങോട്ട് എന്താ പറയും? ദലാൽ ഖൈറത്ത. ഇപ്പൊ ഈ ഉമ്മ എന്താ മുത്തമ്മാനെ കുറിച്ച് പറയണത്? പിന്നെ വിരുദ്ധലെത്തിപ്പ അധികം ഇരിക്കൊന്നും വേണ്ട. കുറെ ഈ പെണ്ണുങ്ങന്മാർക്ക് വേറെ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ പെണ്ണുങ്ങന്മാരെ, നിങ്ങളെ കുറിച്ച് തന്നെയാണ്. ഈ സൂക്കടം കൊണ്ടൊന്നും ആകൃതി പോയാൽ കുട്ടിക്ക് പോകും, രക്ഷപ്പെടൂല. വലിയ പ്രശ്നമാണ്. മൂത്താപ്പ ഇളയപ്പ അതന്നെയാ ടേമിനോളജി. ഉപ്പാന്റെ അവര് കണ്ടില്ലേ ഉപ്പാന്റെ സ്ഥാനത്താന്നല്ലേ. അതെല്ലാം എടുക്കട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പോകുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ക്രോസ് ചെയ്ത് നടന്നുകൊണ്ട് ഇബ്നു ഉമർ ഞങ്ങൾ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി തന്റെ തലീക്കെട്ട് അയാൾക്ക് വെച്ചുകൊടുത്തു. കുതിര അയാൾക്ക് ഹദിയായിട്ട് കൊടുത്തു. സന്തോഷിപ്പിച്ചു കിട്ടും.
ശിഷ്യന്മാരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതാരാ ഉസ്താദ് ഈ തലീക്കെട്ട് തന്നെ കൊടുക്കാൻ കാരണം എന്താ? വേറെയും തലീക്കെട്ടില്ലേ? മാത്രല്ല വേറെയും വാഹനമുണ്ട്, ഇത്ര വില പിടിപ്പുള്ളതും ഉസ്താദ് ഇഷ്ടമുള്ളതുമായി ഇത് തന്നെ കൊടുക്കാൻ കാരണം? അത് സാധാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വയസ്സങ്കാക്കിയൊന്നല്ല. പിന്നെ അതാരാ? എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. ഉപ്പാന്റെ സുഹൃത്തിനെ പരിഗണിക്കൽ ഉപ്പാനെ പരിഗണിച്ചതിന്റെ തുല്യമാണ്. ഇസ്ലാം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഉമ്മ ജീവിച്ചിരിപ്പുള്ള കാലത്ത് പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ വരാറുണ്ട് സഹായത്തിന്. ഉമ്മാമ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ മരിച്ചുപോയി റമദാനിലും മറ്റൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവർ വീണ്ടും അവരുടെ പാവപ്പെട്ട മക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിന് എല്ലാവർക്കും കൊടുക്കുന്ന 10 രൂപ അല്ല കൊടുക്കേണ്ടത്. ആ പഴയ മരിച്ചുപോയി ഉമ്മാനെ ഓർമ്മിച്ചിട്ട് 200 എടുത്തിട്ട് കൊടുക്കുക. അത് ഉമ്മാന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഈ വിഷയത്തിൽ ഗ്രന്ഥമുണ്ടല്ലോ, ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് അഹ്വാലുൽ ഖുബൂറിൽ വിശദമായ ചർച്ച തന്നെയാണ്. അവർക്ക് ഭയങ്കര സന്തോഷവും മക്കൾ ചെയ്യുമ്പോൾ. മാതാപിതാക്കൾക്ക്, മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന 7 കർമ്മങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ വിഷയം തന്നെ. അപ്പൊ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം, മദർസയിൽ ഉസ്താദിനോടുള്ള ബഹുമാനം കൊടുക്കണം നമ്മൾ കുട്ടികൾക്ക്. അല്ലട പിന്നെ അവിടെ ഖുർആനല്ലേ, നീ എന്താ കാല് നീട്ടുന്നത്? ഖുർആനെതിരെ അർണം കൊണ്ട് കാല് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്ലാം ഒറ്റയ്ക്ക് പറഞ്ഞതാ മതി, ഇനി മരണം വരാൻ ബഹുമാനം ഉണ്ടാവും മനസ്സിൽ. അത് കിതാബല്ലേ, മൗലിദ് കിതാബ് തലയാണന്റെ മേലെ വെച്ചേക്കുമ്പോ നീ കാലടിച്ചിട്ട് പോക്കാം. ഒറ്റയ്ക്ക് പറഞ്ഞതാ മതി. അല്ലെങ്കിൽ നമുക്ക് കിടന്ന് ഈ ഖുർആനോടും പള്ളിനോടൊക്കെ ബഹുമാനം കിട്ടിയത് ഗൂഗിൾ ഉസ്താദ് പഠിപ്പിച്ചെന്നതാ? അല്ല, നമ്മൾ ഉപ്പിയും പഠിപ്പിച്ചെന്നത്. മദർസയിൽ ഉസ്താദ് പിള്ളേർക്കും പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടും ഉമ്മാനോടുള്ള ഗൗരവവും ബഹുമാനമൊക്കെ. ഞാനിപ്പോ മദർസയിൽ ഉസ്താദാണെങ്കിൽ ഒരു കുട്ടീനോട് പറയാം, എന്താണ് നേരം വൈകി? വീട്ടിൽ ആരും എണീച്ചിട്ടില്ല, ഉറക്കത്ത് ഉപ്പിയും ഉമ്മിയൊന്നും എണീച്ചിട്ടില്ലേ? ഇല്ല. മോന്തായ വള്ള. പിന്നെ ഇവിടെ എത്ര 18 വരുന്നത്? 19 അത്ര. ആ കുട്ടീനോട് ആരെ കുറ്റാ പറഞ്ഞു കൊടുത്തത്? ഞാൻ ആ കുട്ടീന്റെ വാപ്പാന്റെ. നാളെ ഞാൻ എടുക്കുന്ന ക്ലാസ് ഏതാ? ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ. എന്തിനെടുക്കുന്നത്? എന്താ അതിനെ കൊണ്ട് കാര്യം? ടെക്സ്റ്റ് പഠിപ്പിക്കലാണോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? മദർസയിൽ ഉസ്താദിനോടുള്ള ബഹുമാനം കുട്ടികൾക്ക് ആരാ കൊടുക്കേണ്ടത്? UPM തന്നെ. അപ്പൊ തഅലീം പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഉസ്താദ്മാര് മൗലിദ് എല്ലാനോ മറ്റോ വീട്ടിൽ എത്തി, അപ്പൊ ഒരു കുട്ടി സോഫന്റെ മേലെ കാലിന്റെ മേലെ കാലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഡാ കൊണ്ടോടാ, ആരാ അത് വന്നെന്നറിയിക്ക്? ആരാ വന്നിനവിടെ? അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. മഹാന്മാരുടെ ചരിത്രത്തിൽ വായിച്ചു ഓർമ്മയുണ്ട്, ഇരട്ടകളായ 2 ആൾക്കാർ, ഇരട്ടകൾ 1 സെക്കൻഡ് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അടുത്ത പ്രസവം നടന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ അനുജനോട്, അഥവാ രണ്ടാമത്തെ ആളാണല്ലോ അനുജനായി വരാം, അയാളോട് ഇക്കാക്കന്റെ ഒന്നിച്ചു പോലും നിൽക്കരുത് എന്ന ഉമ്മാന്റെ നിർദ്ദേശം. എപ്പം ബേക്കിൽ നടക്കണമെന്ന്.